ഒരു റിച്ച് ആയിട്ട് ഉള്ള ഒരു പയ്യൻ, അത്യാവശ്യം IT ജോലിയാണ് തോന്നുന്നു, സംതിങ് ജോലി ഉള്ള ഒരു റിച്ച് പയ്യൻ ഒരു വീട് എടുത്ത്, സ്വന്തമായിട്ടുള്ള വീടാണ്, അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അച്ഛനമ്മയെല്ലാം മറ്റു സ്ഥലത്താണ്. അയാൾ അവിടെ താമസിക്കുന്ന ഫ്രണ്ട്സിനൊപ്പം അടിച്ചു പൊളിക്കുന്ന ആ പയ്യൻ്റെ ഒരു പാർട്ടി ഫസ്റ്റ് കാണിക്കുന്ന അടിച്ചു പൊളിക്കുന്ന ഒരു പയ്യൻ. അതാണ് ഈ പ്രണവിൻ്റെ ക്യാരക്ടർ വരുന്നത്. അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നതും അവൻ്റെ കൂടെ മുൻപ് പഠിച്ചിരുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു പറയുന്നതാണ്. അപ്പോൾ അതേ തുടർന്നുണ്ടാകുന്ന ഒരു കഥയാണ്. പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രണവിൻ്റെ ഒരു ഓൾഡ് കാമുകയായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് അവരുടെ വീട്ടിൽ പോകുന്നതും പ്രണവ് ആ കുട്ടിയൊക്കെ കാണാൻ പോകുന്നതും, അപ്പം അയാൾ കുറച്ച് അലമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പ്രണവിനെ അത് കാണിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു അതായത് മറ്റ് പെൺകുട്ടികളുമായിട്ടൊക്കെ ഒരു റിലേഷനോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ആഘാതത്തിൽ ആ പെണ്ണ് പോയി സൂയിസൈഡ് ചെയ്തതായിരിക്കാം എന്നുള്ളൊരു അറ്റംപ്റ്റാണ് നമ്മളെയും കാണിക്കുന്നത്, പ്രണവും ചിന്തിക്കുന്നത് സംഭവം. അപ്പം പെൺകുട്ടി മരിച്ചതിൻ്റെ റീസൺ പ്രണവാണ് എന്നുള്ളൊരു ചിന്തയിലാണ് പുള്ളിയിരിക്കുന്നത്. അവിടെ ചെല്ലുകയും അവരുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ വെച്ച് അവിടെ ആ അന്തരീക്ഷത്തിൽ നിൽക്കുക, അനിയനെ കാണുകയും സംസാരിക്കുകയും വീട്ടുകാരെ കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ നേരം പ്രണവ് ആ വീട്ടിൽ നിന്ന് പെൺകുട്ടിയുടെ ഒരു സ്ലൈഡ് എടുക്കുന്നുണ്ട്. ഒരു സ്ലൈഡ് ഉണ്ടായിരുന്ന സ്ലൈഡ്, ആ സ്ലൈഡും കൊണ്ട് വീട്ടിൽ വന്നു. അതിനുശേഷമാണ് അവിടെ ഉണ്ടാകുന്ന കഥകളാണ്, അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന പാരാനോർമൽ ആക്ടിവിറ്റി പോലെ ചെറിയതായിട്ട്, അതായത് നമ്മൾ ഈ പറയുന്ന കോൺജറിങ് അല്ലാതെ അതേപോലത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തീമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ഇത് കണ്ട പോലെ തന്നെ, നമ്മുടെ ഭൂതകാലം കണ്ട പോലെ തന്നെ ചെറുതായിട്ട് ഗ്ലാസ് അനങ്ങുന്നു, കാറ്റടിക്കുന്നു, അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ കഥ കടയുന്നു, ഇതേപോലുള്ള ഒരു മെത്തേഡിലാണ് പാരനോർമൽ ആക്ടിവിറ്റി പോകുന്ന പോലെ അതേ മെത്തേഡിലാണ് ഈ ഫിലിം പോകുന്നത്. കാരണം ആ സ്ലൈഡ് എടുത്തതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രണവ് തന്നെ ആ പെണ്ണിൻ്റെ ആത്മാവ് പ്രണവ് തന്നെ ഫോക്കസ് ചെയ്യുന്നത്, പ്രണവ് ആ പെൺകുട്ടിയെ പ്രണയിച്ച് ചതിച്ചതുകൊണ്ടായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കുറച്ച് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ, അങ്ങനെയല്ല സംഭവം പോകുന്നത്. ഇത് കുറച്ച് ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. ആൻഡ് സി എന്ന് പറയുന്നത് നമ്മളെല്ലാ ഫിലിമിലും കാണുന്നത് പോലെ തന്നെ ഇന്ന ആളാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനകത്തും 1-2-3 ഇടത്ത് അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പം ആരാണ് പ്രണവിനെ ശല്യം ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അയാൾ ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു അമ്പലത്തിലെ പൂറ്റിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പെണ്ണിൻ്റെ വീട്. അപ്പോൾ അയാളെ പോയി കാണുകയും അയാളും പ്രണവും കൂടി ഒരുമിച്ച് ഈ സംഭവത്തിൻ്റെ ചുരുളഴിക്കാൻ നടക്കുന്നതുമാണ് സിനിമയുടെ മൊത്തം കഥ.